ഹലോ. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് ഒരുപാട് പേര് എങ്ങനെയാണ് നാളെ തുടങ്ങുന്ന LP-UPയുടെ ഗ്രാബ് LP-UP എന്ന് പറയുന്ന സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാമെന്ന് ചോദിച്ചിരുന്നു. ഇത് PSC റാങ്ക് ബുക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കിട്ടുക. അത് PSC റാങ്ക് ബുക്ക് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം നിങ്ങളിത് ഓപ്പൺ ചെയ്യാം. എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചത്, എങ്ങനെയാണ് അത് ജോയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഹോം പേജ് ഉണ്ടാവുക. ഈ ഹോം പേജിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ സ്റ്റഡി പ്ലാനിലേക്ക് കിടക്കാം. ഒന്ന് മുകളിൽ സ്റ്റഡി പ്ലാൻ എന്ന് ഒരു ഗോൾഡൻ കളർ നൽകിയിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കിടക്കാം. അല്ലെങ്കിൽ താഴെ കണ്ടോ എക്സാം, അത് കഴിഞ്ഞിട്ട് കണ്ടോ സ്റ്റഡി പ്ലാൻ, ഒരു കലണ്ടറിൻ്റെ ചിഹ്നം, അതിൽ ക്ലിക്ക് ചെയ്താലും സ്റ്റഡി പ്ലാനിലേക്ക് കിടക്കാം. ഇവിടെ നമുക്ക് ഫോളോ ചെയ്യാനുള്ളത് LP-UP ലെവലിലുള്ള സ്റ്റഡി പ്ലാനാണ്. LP-UPയുടെ ഭാഗത്ത്, അതായത് ഇവിടെ കുറേ ലെവൽസ് ഉണ്ടോ, അതിൽ LP-UP. ഇപ്പോൾ നിങ്ങൾ LDC ആണെങ്കിൽ ആദ്യത്തെ 10th ലെവലിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ LP-UP ആയതുകൊണ്ട് തൊട്ട് താഴെ 1, 2, 3, 4, 5ാമത്തെ LP-UPയിൽ ക്ലിക്ക് ചെയ്യുന്നു. LP-UP ലെവലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 സ്റ്റഡി പ്ലാൻ കാണാം. അതിൽ അവസാനത്തെ 2 നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതില്ല, കാരണം അത് കംപ്ലീറ്റഡ് ആണ്. നിങ്ങളിപ്പോൾ ഫോളോ ചെയ്യാൻ പോകുന്ന അപ്കമിംഗ് ആയിട്ടുള്ള ഗ്രാബ് LP-UP ആണ് ഏറ്റവും മുകളിലുള്ളത്. അപ്പോൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ കാണാൻ സാധിക്കും. മുകളിൽ കണ്ടോ ഫോളോ അൺഫോളോ എന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിനകത്ത് നമ്മൾ LP-UP ക്ലിക്ക് ചെയ്തു, ഗ്രാബ് LP-UP എടുത്തു, ഫോളോ ബട്ടൺ മുകളിൽ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്യുന്ന സ്റ്റഡി പ്ലാൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടോ, മൈ പ്ലാൻസിൽ താഴെ ഗ്രീൻ കളറിൽ കാണാൻ സാധിക്കും. അപ്പോൾ എത്ര എണ്ണം ഫോളോ ചെയ്യുന്നുണ്ട്? ഇപ്പോൾ നമ്മളിപ്പോൾ LDC ആണെന്ന് വെച്ചോ, LDC 10th ലെവലിൽ LDC ബീറ്റ് LDC ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോളോ കൊടുത്താൽ കണ്ടോ ഹോം പേജിൽ കാണാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഗ്രാബ് LP-UP ആയതുകൊണ്ട് ഗ്രാബ് LP-UP ഇത് താഴെയുണ്ട്, അത് ഓപ്പൺ ചെയ്യുന്നു. ഇത് തുടങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലൈറ്റ് ബ്ലൂ കളർ കാണുന്നത്. തുടങ്ങിക്കഴിയുമ്പോൾ ഇതൊക്കെ ഡാർക്ക് ബ്ലൂവിലാണ് ഉണ്ടാവുക. ഏത് ദിവസമാണോ ആ ദിവസം പച്ച കളറിലുണ്ടാവും. ഇപ്പോൾ 1ാമത്തെ ദിവസമാണല്ലോ, ഇപ്പോൾ ഇന്ന് രാത്രിയോട് കൂടി തുടങ്ങുന്നത്, അതുകൊണ്ട് ഇത് പച്ച കളറിലാണ് കാണിക്കുക. ഇതിൻ്റെ സ്റ്റാർട്ട് ഡേറ്റ് 8/1/2024 മുകളിൽ കാണാം, എൻഡ് ഡേറ്റും മുകളിൽ കാണാം. ഇനി ഡേ 1ൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് പഠിക്കാമെന്ന് പറഞ്ഞുതരാം. നമുക്കൊരു ദിവസം പഠിക്കാൻ 7 പീരീഡ് ആയിട്ടാണ്, 7 ടോപ്പിക്കാണുള്ളത്. ഒന്ന്, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ, ദാറ്റ് ഈസ് ഹിസ്റ്ററി. അടുത്തത്, പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ, നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ, ഇത് സൈക്കോളജി. ഇനി ലാംഗ്വേജ് കോംപ്രഹെൻഷൻ, ദാറ്റ് ഈസ് പെഡഗോജി, ഇംഗ്ലീഷ് പെഡഗോജി. ഭിന്നസംഖ്യകൾ, മാത്സ് ആണ്. 2022 ജനുവരി എന്ന് പറയുന്നത് കറണ്ട് അഫെയർ ആണ്. കാരണം ജനുവരി 2022 മുതൽ 2022 മുഴുവൻ കറണ്ട് അഫെയറും പിന്നെ 2023 നമ്മൾ ഡിസ്കസ് ചെയ്യുക, പഠിക്കാം. സസ്യലോകത്തെ അടുത്തറിയാം എന്ന് പറയുന്ന ടോപ്പിക്ക്, ഇത് SCERT ടെക്സ്റ്റ് ബുക്കിലെ പാഠമാണ്. SCERT ടെക്സ്റ്റ് ബുക്കിലെ മുഴുവൻ 5 മുതൽ 10 വരെയുള്ള മുഴുവൻ പാഠം നമ്മൾ സ്റ്റഡി പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്തു പോകും. വിത്തിനുള്ളിലെ ജീവൻ, SCERT ടെക്സ്റ്റ് ബുക്കിലെ പാഠം 5 മുതൽ 10 വരെ കേട്ടോ. ഓക്കെ, ആദ്യം ചെറിയ ക്ലാസ് ആയിരിക്കും. അപ്പോൾ നോക്ക്, ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ താഴെ തന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപം, ഹിസ്റ്ററി നാളെ പഠിക്കാനുള്ളത്, എല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു 25ാം പേജ് വരെയുള്ള നോട്ട്. അപ്പോൾ അതായത് മുകളിലേക്ക് വരാം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ, അതിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ നോട്ടുണ്ട്, MCQ ഉണ്ട്. അതിൽ നോട്ടിൽ ക്ലിക്ക് ചെയ്യാം. നോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ. ഇതിൽ നമ്മളിങ്ങനെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് നോട്ട്സ് കാണാൻ സാധിക്കും, വലിയ അക്ഷരത്തിൽ വായിക്കാൻ പാകത്തിന്. അപ്പോൾ ഇതിൽ നാളെ ഒരു ദിവസം പഠിക്കേണ്ടത്, ആദ്യ ദിവസം 5 കലാപവും ആറ്റിങ്ങൽ കലാപമാണ്. നിങ്ങളുടെ സിലബസിൽ ഇത്രയും ഈ പറയുന്ന ഇത്രയും കാണില്ല. പ്രധാനപ്പെട്ട 2-3 തന്നെ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. പക്ഷേ അത് പോരാ. മുൻ വർഷങ്ങളുടെ പരീക്ഷ പേപ്പർ പരിശോധിച്ചോളൂ. സിലബസിൽ കുറച്ച് പ്രധാനപ്പെട്ടത് എടുത്ത് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ പുറത്തേക്കൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് പഴുതടച്ച് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ 5 കലാപമാണെങ്കിൽ 5 കലാപത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് അതിൻ്റെ നോട്ട് വരും. ആ നോട്ട് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. 5 കലാപം എന്ന് പറയുന്ന ഭാഗം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആറ്റിങ്ങൽ കലാപം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. ഇപ്പോൾ ആറ്റിങ്ങൽ കലാപം നമുക്ക് കുറച്ച് വലിയ ടോപ്പിക് ആയതുകൊണ്ട് ഇത് നിങ്ങളുടെ SCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. 12ാം ക്ലാസ്സിൽ ആധുനിക പൂർവ്വ കേരളം എന്ന് പറയുന്ന ഭാഗത്ത് കണ്ടോ സ്ക്രീൻഷോട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ ക്ലാരിറ്റി കുറവായതുകൊണ്ട് നമുക്കിവിടെ ക്ലാരിറ്റി കുറവുള്ളത്. അപ്പോൾ അത് വായിക്കാം. ശേഷം PSC ബുള്ളറ്റിനിലും ഇതേ ഭാഗം വിശദീകരിച്ചിട്ടുണ്ട്. കണ്ടോ PSC ബുള്ളറ്റിൻ, കാരണം PSC ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് PSC ബുള്ളറ്റിനിൽ നിന്ന് തന്നെയാണ്. അവർ ഇറക്കുന്ന പുസ്തകത്തിനാണല്ലോ അവർ ചോദിക്കേണ്ടത്. ഇല്ലെങ്കിൽ പിന്നെ അവർ പൈസയ്ക്ക് ഇത്രയും പുസ്തകം അച്ചടിച്ച് വിൽക്കേണ്ടതില്ലല്ലോ. സ്വാഭാവികമായി ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് ആ ഭാഗത്തിനാണ്. അതുകൊണ്ട് തന്നെ PSC ബുള്ളറ്റിൻ്റെ ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്, അത് ഇവിടെ എക്സാക്ട്ലി അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഹിസ്റ്ററി ആണെങ്കിലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഒക്കെ ലക്ഷ്മികാന്തിൻ്റെ ബുക്കും പൈലിയുടെ ബുക്കും അങ്ങനെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ആരെയാണോ പരീക്ഷയ്ക്ക് ചോദ്യം ഇടുന്ന ആളെ റഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള എല്ലാ പുസ്തകങ്ങളുടെയും റഫറൻസ് നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങൾ ഈ ബുക്കുകളൊന്നും വാങ്ങിക്കേണ്ട, എല്ലാം ഇവിടെ സ്ക്രീൻഷോട്ടായിട്ടൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ ഭാഗം ഇപ്പോൾ നമ്മൾ ഈ പഠിച്ച ഈ ഭാഗത്തിൽ നിന്നും മുൻ പരീക്ഷയ്ക്ക് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കഴിഞ്ഞ UP സ്കൂൾ ടീച്ചർ 2020 ചോദ്യം, അതുപോലെ UP സ്കൂൾ ടീച്ചർ 2016 ചോദ്യം. അപ്പോൾ അതും കൂടെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ പഴശ്ശി കലാപത്തെക്കുറിച്ച് പോകണമെങ്കിൽ നമ്മൾ ആ നോട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു.
ഇവിടെ പഠിച്ച അതേ സംഗതികൾ തന്നെ ഇതാ SCERT കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഭാഗത്ത് സ്റ്റാൻഡേർഡ് 10ാം ക്ലാസ്സിൽ എന്ത് പറയുന്നു അത് ഇവിടെ നമ്മൾ വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് +2 ഇതേ ടോപ്പിക്ക് പറയുന്നുണ്ട്. പഴശ്ശിക്കലാപം എന്ത് പറയുന്നു അത് നമ്മൾ വായിക്കുന്നു. ഇത് കണ്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും PSC ബുള്ളറ്റിൽ എന്ത് പറയുന്നു അത് വായിക്കുന്നു. ശേഷം നമ്മൾ ഓക്കെ ഇങ്ങനെ SCERT ഉൾപ്പെടെ നമ്മളിങ്ങനെ പഠിച്ചു പോവുകയാണ്. അതൊക്കെ SCERT ഉൾപ്പെടെ നമ്മൾ പഠിച്ചു പോകുന്നു. ഇങ്ങനെയാണ് നമ്മൾ നോട്ട് പഠിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് എല്ലാ വിഷയങ്ങളും. ഇനിയിപ്പോൾ മാത്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഭിന്നസംഖ്യകൾ ഓക്കെ, അത് മാത്സ്. അതുപോലെ ഇംഗ്ലീഷ് ആണെങ്കിൽ ലാംഗ്വേജ് കോംപ്രഹൻഷൻ നോട്ടിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ട് കാണാം. ഓക്കെ, ഈ നോട്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ക്ലാസ് ആവശ്യമാണ്. അതുകൊണ്ട് കണ്ടോ താഴെ ക്ലിക്ക് ഫോർ വീഡിയോ ട്യൂട്ടോറിയൽ, അവിടെ ക്ലിക്ക് ചെയ്ത വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ മാത്സ് ആണെങ്കിലും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്സിൻ്റെ നോട്ട് കാണാം. മാത്സിൻ്റെ നോട്ട് എന്ന് പറയുന്നത് നോക്കിക്കോളൂ, SCERT ബേസ് ചെയ്തുള്ള നോട്ടാണ് സ്വാഭാവികമായിട്ടും മാത്സിന് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഓക്കെ ഇങ്ങനെയാണ് നോട്ട് ഉണ്ടാവുക. ഈ നോട്ടും ഭിന്നസംഖ്യ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ആദ്യത്തേത്. അതിന് പാർട്ട് 1 പാർട്ട് 2 2 വീഡിയോ ക്ലാസ്സസ് ഉണ്ടാവും. അത് നിങ്ങൾ കാണാം. പിന്നെ നോട്ട്സ് എല്ലാം വായിച്ച് പഠിക്കാം. ശേഷം നോട്ടിൻ്റെ അവസാന ഭാഗത്ത് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത് എന്തൊക്കെയുണ്ട് അതാണ് അവസാനം തരിക. അങ്ങോട്ട് നോക്കിയേ, ഈ നോട്ടിൻ്റെ അവസാന ഭാഗത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. പരീക്ഷയ്ക്ക് ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ചോദിച്ച UP സ്കൂൾ ക്വസ്റ്റ്യൻസ് LPP പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട് കണ്ടോ. ഓക്കെ, അതെല്ലാം അതായത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി പഠിക്കണം. അത് കഴിഞ്ഞിട്ട് SCERT ലെസൺസിൽ ഈ പറയുന്ന ഭിന്നസംഖ്യ എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് 3 പാഠമുണ്ട്. 5ാം ക്ലാസ്സിലെ ഭാഗങ്ങളുടെ സംഖ്യ, ഭാഗങ്ങൾ ചേരുമ്പോൾ, പിന്നെ 6ാം ക്ലാസ്സിൽ ഭിന്നസംഖ്യകൾ. ഈ 3 പാഠം പഠിക്കണം. ഈ 3 പാഠം വായിക്കാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. റീഡ് എന്ന് പറയുന്ന ഓപ്ഷനില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റീഡ് ചെയ്യാം. എന്നിട്ട് താഴെ വന്നാൽ ആ പാഠഭാഗത്തിലെ ഓരോ പ്രോബ്ലവും വിത്ത് സൊല്യൂഷൻ, അതായത് ഇത് കണ്ടോ ഓരോ പ്രോബ്ലം. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ഇതിൻ്റെ സൊല്യൂഷൻ വേണമെങ്കിൽ താഴെ ക്ലിക്ക് ഫോർ സൊല്യൂഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പർട്ടിക്കുലർ ആ വീഡിയോ സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതറിയാം. ത്രികോണത്തിന് 3 വശങ്ങളാണുള്ളത്. അതിലൊരു ഭാഗം എന്ന് പറയുന്നത് 1/3 ആണ്. ഇവിടെ നമ്മൾ പ്രോബ്ലം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ പ്രോബ്ലത്തിനും അതിൻ്റെതായ സൊല്യൂഷൻസ് നമുക്ക് അവിടെ കിട്ടുമെന്നുള്ളതാണ്. ഇനി നമ്മൾ സസ്യലോകത്ത് അടുത്തറിയാം. ഇവിടെ ക്ലിക്ക് ചെയ്തെങ്കിൽ SCERT നോട്ട് ടെക്സ്റ്റിലെ പേജാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സൂം ചെയ്ത് വായിക്കാൻ പാകത്തിന് എന്താണോ SCERT ടെക്സ്റ്റിൽ ആ പർട്ടിക്കുലർ പാഠം അത് നമുക്കിങ്ങനെ നോക്കി വളരെ പതുക്കെ നല്ല വലുപ്പത്തിൽ വായിച്ച് പോകാം. ഇത് സൂം ചെയ്യണമെങ്കിൽ സൂം ചെയ്യാം. ഓക്കെ, സൂം ചെയ്ത് പഠിക്കണമെങ്കിൽ സൂം ചെയ്ത് പഠിക്കാം. എല്ലാ സൗകര്യവും ഉണ്ട്. ഓക്കെ, ടാബിലൊക്കെ കാണുന്നവർക്ക് നല്ല സുഖമാണ്. അങ്ങനെ വിത്തിനുള്ളിലെ ജീവൻ എന്ന് പറയുന്നതാണെങ്കിൽ അത് ഓക്കെ, ഇങ്ങനെ ആ പാഠം നമുക്കിവിടെ കിട്ടുകയാണ്. എവിടെയും പോകണ്ടായി SCERT പഠിക്കാൻ. ഓക്കെ, ഇനി നിങ്ങളിപ്പോൾ ആദ്യത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ വായിച്ചെന്ന് വിചാരിക്കുക. നോട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് MCQ ഉണ്ട്. ആ നോട്ട് വായിച്ച് കഴിഞ്ഞാൽ നോട്ട് വായിക്കുന്നതിനേക്കാൾ പ്രാധാന്യം അത് ജസ്റ്റ് ഒന്ന് വായിച്ചതിന് ശേഷം ഇതുപോലെ ഉണ്ടോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇവിടെ തരികയാണ്. ഈ MCQs ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ടോപ്പിക് അനുസരിച്ചുള്ള MCQs നിങ്ങൾ പഠിച്ച ഉടനെ തന്നെ എന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിച്ചേ മതിയാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൂടി ചെയ്യുമ്പോൾ നിങ്ങൾ പെർഫെക്റ്റ് ആകും. അതെല്ലാം കഴിഞ്ഞ് രാത്രി കിടക്കുന്നതിന് മുന്നോടിയായിട്ട് ഇതിൻ്റെ താഴെ കണ്ട ഒരു പച്ച ബട്ടൺ കണ്ടോ, അതെന്താ മോക്ക് ടെസ്റ്റ്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ ഡേ, അതിപ്പോൾ ആക്റ്റീവായിട്ടില്ല, 30 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റ് എല്ലാ ദിവസവും രാത്രി ഉണ്ടാവും. അതിൽ ഈ പറയുന്ന 7 ടോപ്പിക്കിൻ്റെ ഭാഗത്തിനുള്ള റാൻഡം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ 7 ടോപ്പിക്കും വായിച്ച് അതിൻ്റെ MCQs ചെയ്തവർക്ക് വളരെ ഈസിയാണ്. 7 ടോപ്പിക് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ നമുക്ക് ആകെ എന്താ പഠിക്കാനുള്ളത്, 25 പേജ് വരും. അത് 2 ടോപ്പിക്കേ പഠിക്കാനുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏതാണ് ആദ്യത്തെ ദിവസം പഠിക്കാനുള്ളത്. നോക്കിയേ, 2 കാര്യങ്ങൾ, അതായത് 5 കലാപവും ആറ്റിങ്ങൽ കലാപവും കുറച്ച്, പിന്നെ അടുത്ത ദിവസം പഴശ്ശി കലാപവും പഴശ്ശിരാജയും നെക്സ്റ്റ് ചെയ്യണം. അങ്ങനെ 3-4 ദിവസം കൊണ്ട് ഒരു നോട്ട് പഠിച്ച് തീർക്കുന്നത്. അങ്ങനെ പോയാൽ തന്നെ നമുക്ക് 140 ദിവസം കൊണ്ട് തീരും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ആപ്ലിക്കേഷനകത്ത് വേറെയും ഒരുപാട് സംഗതികളുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ ഈ സ്റ്റഡി പ്ലാൻ മാത്രം ഫോളോ ചെയ്താൽ മതി. ഇത് കണ്ടോ, ഇതിനകത്ത് ഇപ്പോൾ ഡിഗ്രി ലെവൽ പഠിക്കണമെങ്കിലും നോട്ട്സുകളും LPP ആണെങ്കിലും 7th ലെവലാണെങ്കിലും ഇപ്പോൾ ഡിഗ്രി ലെവലാണെങ്കിൽ ഡിഗ്രി ലെവലൊക്കെ കണ്ടോ ഇഷ്ടംപോലെ സംഗതികളുണ്ട്. പിന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഡൗട്ട്സുകൾ വരുമ്പോൾ ചോദിക്കേണ്ട മെൻറ്റർ സപ്പോർട്ട് എന്നൊരു ഭാഗം കൊണ്ട് ക്ലിക്ക് ചെയ്യാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഡെയിലി 100 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നോക്കിയ മോക്ക് ടെസ്റ്റ്. ഇപ്പോൾ ഉദാഹരണം 7th LPUP ലെവലാണെന്ന് വെച്ചോ, LPUP ലെവലിൽ കണ്ടോ സെറ്റുകൾ കണ്ടോ. ഇപ്പോൾ ഒരു സെറ്റ് നിങ്ങൾ അമർത്തിയാൽ കണ്ടോ 100 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഉണ്ടാവുക. 100 മാർക്കിൻ്റേത്
ഓക്കെ, മുകളിൽ സമയം കണ്ടോ, 1.5 മണിക്കൂർ. അതായത് എങ്ങനെയാണോ നമ്മളൊരു PSC പരീക്ഷയ്ക്ക് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന അത്ര അതുപോലെ 100 മാർക്ക് ടൈം തന്നിട്ടാണ്, മൈനസ് മാർക്ക് ഉൾക്കൊള്ളിച്ചാണ്. ഓക്കെ, ഫിനിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ലീഡർ ബോർഡ് ഉൾപ്പെടെയുള്ള സംഗതികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് മോക്ക് ടെസ്റ്റിൻ്റെ ഏരിയ. ഞാൻ പറഞ്ഞല്ലോ 50 മോക്ക് ടെസ്റ്റെങ്കിലും 100 മാർക്കിൻ്റെ 50 മോക്ക് ടെസ്റ്റെങ്കിലും ചെയ്യാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകരുത്. അപ്പോൾ അതുപോലെ എല്ലാ വർഷങ്ങളും നടന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇത് അവിടെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എല്ലാ പരീക്ഷയുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓക്കെ വിത്ത് ആൻസർക്ക് നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. എല്ലാം ഞാനിവിടെ ഇപ്പോൾ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ പ്രീമിയം എടുത്ത ആൾക്കാർക്ക് ഈ സൗകര്യങ്ങളെല്ലാം കിട്ടുക. പ്രീമിയം എടുക്കാത്തവർക്ക് വെറും ഇന്നാണെങ്കിൽ 840 രൂപ മതി. ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പാണെങ്കിൽ. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇവിടെ മുകളിൽ കണ്ടോ കണക്ട് വിത്ത് അസിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാനും വാട്സപ്പിന് ഓപ്ഷൻ ഉണ്ട്. വാട്സപ്പിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ തന്നെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കുക. എന്താണോ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഓക്കെ, സംശയങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാൻ പറ്റും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആപ്പ് ഉപയോഗിക്കേണ്ടത്. എല്ലാവർക്കും PSC റാങ്ക് ബുക്കിലേക്ക് സ്വാഗതം. 890 രൂപയാണ് പ്രീമിയം. ഇന്ന് 840 രൂപയ്ക്ക് കിട്ടും. ഇപ്പോൾ തന്നെ ആപ്പ് ഓപ്പൺ ചെയ്ത് അതിൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ മെസ്സേജ് അയക്കാം. നാളെ മുതൽ സിസ്റ്റമാറ്റിക്കായിട്ട് പഠനം ആരംഭിച്ചോളൂ. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഞങ്ങൾ 10 പേര് മെൻറ്റർ സപ്പോർട്ടായിട്ട് നിങ്ങളുടെ കൂടെ ഈ സ്റ്റഡി പ്ലാൻ തീരുന്നവരെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.